ഭാഗം 3. രണ്ടുപേരും വഴക്കുകൂടുമെങ്കിലും നിഷ്കളങ്കമായ പ്രണയത്തിന്റെ സാക്ഷികളാണ് ഇരുവരും. 7 വർഷം മുൻപാണ് ഇരുവരുടെയും മനസ്സിൽ പ്രണയം പൂവിടുന്നത്. പക്ഷേ ഇരു വീട്ടുകാരും ഇതറിയുന്നത് ഏറെ വൈകിയുമാണ്. അതുവരെ കൺമണിക്ക് വരുന്ന കല്യാണ ആലോചനകളൊന്നും തന്നെ ശരിയായില്ല. എല്ലാവരും അവളുടെ കുറവുകൾ പറഞ്ഞ് പിന്മാറി. പിന്നീട് ശങ്കു തന്നെ കാര്യങ്ങൾ ഇരുവരുടെയും വീട്ടിൽ അവതരിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞോ കൺമണി നിന്റെ പരിഭവം? ഷർട്ടിന്റെ കോളർ നേരാക്കിക്കൊണ്ട് ശങ്കു ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു. ഒപ്പം തന്നെ കഴുത്തിലെ കറുത്ത മുത്തുള്ള മാലയും ശരിയാക്കിക്കൊണ്ടിരുന്നു. കുറച്ചൊക്കെയുണ്ട്. നീ ഇങ്ങു വാ. വരാന്തയിൽ നിന്നും എണീറ്റ് കൺമണിയുടെ അടുത്തു പോയിരുന്നു. എന്തേ, കുളിച്ചോ നീ? കൺമണി, എനക്ക് കോപം വരുവേ. ഞാൻ കുളിച്ചതാ, എന്നിട്ടേ പാൽ കൊടുക്കാൻ പോകാറുള്ളൂ, അറിയാലോ. ചുമ്മാ ചോദിച്ചതാണേ. ദാ ആ നെറ്റി ഇങ്ങോട്ട് കാണിച്ചേ. നമ്മുടെ അമ്പലത്തിൽ പോയി. കൺമണി മുടി നേരെയാക്കി നെറ്റിയിൽ ചന്ദനം തൊട്ടുകൊടുത്തു. ഇന്നെന്താണ് പ്രത്യേകത? മാധവൻ വാഴയിലയിൽ നിന്ന് പ്രസാദമെടുത്ത് കൺമണിക്കും കൊടുത്തു. ഇന്ന് ശങ്കുവിന്റെ പേരിൽ ഒരു വഴിപാട് നടത്തി. നല്ല ആളാണ്. നീ ഇത് കേൾക്കണം ശങ്കു. ഇവൾ ഈ പ്രസാദവും കയ്യിൽ പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. രണ്ടുപേർക്കും ചായയുമായി ലക്ഷ്മിയമ്മ അവർക്കു നേരെ നീട്ടിക്കൊണ്ടു പറഞ്ഞു. ഭാസ്കരേട്ടാ, കടുപ്പത്തിലൊരു ചായ. കാലപ്പഴക്കം വന്ന ആ ബെഞ്ച് ഡെസ്കിനോട് ചേർത്തിട്ട് മാധവൻ അവിടെ സ്ഥാനം പിടിച്ചു. അല്ല, ഇതാര്? നങ്ങേലി ഏടത്തിയോ? ഇങ്ങു കേറൂ, ഒരു ചായ കുടിച്ചിട്ട് പോകാം. ഭാസ്കരേട്ടാ, ഏടത്തിക്കൊരു ചായ, മധുരം കുറച്ച്. ഓ, എനിക്ക് അതിനു മാത്രം അസുഖങ്ങളൊന്നുമില്ലേടാ, പഞ്ചസാരയൊക്കെ ആവാം. നങ്ങേലി ഏടത്തി ചിരിച്ചു. മാധവൻ പുഞ്ചിരിച്ചുകൊണ്ടു പറഞ്ഞു. എന്നാൽ മധുരമുള്ള ഒരു ചായ, നങ്ങേലി ഏടത്തി സ്പെഷ്യൽ. നങ്ങേലി ഏടത്തിയുടെ മുഖത്ത് ഒരു വിഷാദം നിഴലിച്ചു. ഇനി എത്ര കാലമെന്നറിയില്ല. ആഗ്രഹങ്ങളൊന്നും ബാക്കി വെക്കാതെ സന്തോഷമായിരിക്കണം. ഒരാഗ്രഹം എനിക്കുണ്ട് മാധവ, നീ അത് നടത്തിത്തരണം. എന്താണ് ഏടത്തി? മാധവൻ ചോദിച്ചു. നമ്മുടെ കുട്ടികളുടെ കാര്യം തന്നെ. ഓലമേഞ്ഞ ആ ചായക്കടയുടെ ഒരു മൂലയ്ക്കായി വടി ചരിച്ചു വെച്ചുകൊണ്ട് നങ്ങേലി ഏടത്തി പടി കയറി മരത്തിന്റെ ബെഞ്ചിൽ വന്നിരുന്നു. വയ്യ കുട്ടിയെ, പ്രായം നന്നേ ആയിരിക്കുന്നു. തോളിൽ കിടന്ന തോർത്തെടുത്ത് മുഖം തുടച്ചുകൊണ്ട് അവർ തുടർന്നു. ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണ്. അറിയാമേടത്തി, നിശ്ചയം പെട്ടെന്ന് തന്നെ നടത്തണം. കുറെ ആയില്ലേ, ഇനി പിള്ളേരെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അല്ലേ ഭാസ്കരേട്ടാ? മാധവൻ ഭാസ്കരേട്ടനെ നോക്കി. അതെ അതെ, നല്ലൊരു ദിവസം നോക്കിയിട്ട് അതങ്ങ് നടത്തു മാധവ. ഭാസ്കരേട്ടൻ സമ്മതിച്ചു. നങ്ങേലി ഏടത്തി മോണ കാട്ടി ചിരിച്ചു. ദാ ചായ ഏടത്തി, ചൂടടിക്കുന്നുണ്ടോ നോക്കിയേ. ഭാസ്കരേട്ടൻ ചായ നീട്ടി. ഇവിടെ വെച്ചേക്ക് ഭാസ്കര, ഞാൻ എടുത്തോളാം, നങ്ങേലി ഏടത്തി പറഞ്ഞു.